അയ്യപ്പ സംഗമം നടത്തുന്നത് ഇങ്ങനെ അവിടെ ശബരിമലയിൽ ഒരുപാട് ശബരിമല ടൗൺഷിപ്പ് വികസിക്കേണ്ടതുണ്ട്. ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. വിദേശ രാജ്യങ്ങളിൽ നടക്കം മലയാളികളായിട്ടുള്ളവരൊക്കെ എത്തുന്നുണ്ട്. തമിഴ്നാട്ടുകാർ, കർണാടകക്കാർ, തെക്കേ ഇന്ത്യക്കാരെല്ലാം എത്തുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് തിരുപ്പതി ടൗൺഷിപ്പൊക്കെ പോലെ തന്നെ വലിയൊരു ടൗൺഷിപ്പായിട്ട് അതിനെ മാറ്റണം. അതിന് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കോൺക്ലേവ് പോലെ, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ സെറ്റ് ചെയ്ത് ഈ ഗവൺമെൻറ് നടപ്പാക്കാൻ, ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യം വന്ന് നിൽക്കുകയാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചയും തീരുമാനങ്ങളും എടുക്കാൻ ഈ അയ്യപ്പ സംഗമം സഹായിച്ചു. ഗവൺമെൻറ് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? അത് തെരഞ്ഞെടുപ്പ് വന്നാലും വന്നില്ലെങ്കിലും അത് വേണം എന്നുള്ളതാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സന്ദർഭത്തിലാണ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വിഭാഗം പത്രങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇത് അയ്യപ്പ ഭക്തന്മാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാർക്ക് പോലും ഗതികേടാണ്, അവിടെ ആചാരങ്ങൾ തെറ്റിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ നേരിട്ട് ഇടപെടുന്നു എന്ന് അന്ന് പറഞ്ഞു. ഇവിടെ ഇന്ന് ഇത് പറഞ്ഞു. ഇതെല്ലാം ഉണ്ട്. ശബരിമല സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശന ശേഷമല്ലേ നടന്ന തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിലടക്കം ഞങ്ങളല്ലേ ജയിച്ചത്? ഇടതുപക്ഷമാണല്ലോ ജയിച്ചത്. സുരേന്ദ്രൻ അവിടെ നിന്നിട്ട് തോറ്റുപോയല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അവരെ ആ ഒരു വികാരപരമായ ഒരു ആചാരത്തെ, പ്രശ്നങ്ങളെയൊക്കെ എടുക്കുന്നവരാണ് കേരളത്തിലെ സമൂഹത്തിലുള്ളവർ.